റിപ്പോർട്ട് ബ്രേക്കിംഗ്. വോട്ടെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രി കസേരയ്ക്കായി കോൺഗ്രസിൽ ചരടുവലി. മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാൻ KC വേണുഗോപാൽ പക്ഷത്തിന്റെ ശ്രമം. സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം പേരും KCക്കൊപ്പമെന്നാണ് സൂചന. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും മാറിത്തുടങ്ങി. വിഭാഗത്തിന്റെയും പിന്തുണ KC വേണുഗോപാലിനുണ്ട്. മുഖ്യമന്ത്രി പദത്തിനായുള്ള നീക്കം ചെന്നിത്തല പക്ഷവും ശക്തമാക്കിയിട്ടുണ്ട്. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് വിജയം മണത്താൽ ഉടൻ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടുള്ള പോരായിരിക്കും അണിയറയിൽ നടക്കുക എന്നുള്ളത്. 4-ാം തീയതി റിസൾട്ട് വന്നാൽ 5 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ ചർച്ച. KC വേണുഗോപാൽ പക്ഷം എല്ലാ ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. KC വേണുഗോപാൽ ഇപ്പോൾ MLA അല്ല, ഇപ്പോൾ MP ആണ്. KC വേണുഗോപാൽ മതിയെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ഇരിക്കൂറിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ ജയിച്ചു വരാവുന്നതേ ഉള്ളൂ. പക്ഷത്തെ ചില നേതാക്കൾ കൂടി KCക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രമേശ് ചെന്നിത്തലയും മറുഭാഗത്തുണ്ട്. ഒരർത്ഥത്തിൽ VD സതീശന് അത്ര കണ്ട് MLA-മാരുടെ പിന്തുണ ഇല്ലതാണ്. കൂടുതൽ പേരും KC പക്ഷത്താണോ ഇപ്പോൾ ഉള്ളത്? റോഷി, അരുൺകുമാർ, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ തന്നെ KC പക്ഷത്തിന് വലിയ മേൽക്കോയ്മ ഉണ്ടായിരുന്നു. അത് പരാതിയായി ഉയർന്നതാണ്. കാരണം യുവാക്കളായ സ്ഥാനാർത്ഥികൾ വിജയസാധ്യതയൊക്കെ നോക്കുമ്പോൾ അവരിൽ ഭൂരിഭാഗവും KCയോട് ആഭിമുഖ്യം പുലർത്തിയെന്നാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തന്നെ ഗ്രൂപ്പ് പൂർണ്ണമായും KC പക്ഷത്തേക്ക് ചാഞ്ഞിരുന്നു. അത് KCയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു ഘടകമാണ്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ ഈ തവണ KC വേണുഗോപാൽ പ്രചാരണത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. പ്രചാരണം നയിക്കാൻ മുഴുവൻ സമയവും KC കേരളത്തിൽ ക്യാമ്പ് ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതൊക്കെ KC വേണുഗോപാലിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അത് കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികൾ ഭൂരിഭാഗവും KCയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചു. കാരണം എല്ലാ സഹായങ്ങളും തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയിരുന്നത് KC വേണുഗോപാലാണെന്ന് പല സ്ഥാനാർത്ഥികളും പറയുകയാണ്. ആ ഘട്ടത്തിലാണ് KC പക്ഷം ഇപ്പോൾ കൂടുതൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കം നടത്തുന്നത്. ഇതേ സമയം തന്നെ മറുഭാഗത്ത് രമേശ് ചെന്നിത്തല വിഭാഗവും VDയെ അനുകൂലിക്കുന്നവരും ഇതേ രീതിയിൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഗ്രൂപ്പ് ഏതായാലും KCയെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടിലേക്ക് പോവുകയാണ്. ഈ കാര്യം അവസാന ഘട്ടത്തിൽ അവർ ഹൈക്കമാൻഡിനെ അറിയിക്കും. അത് പ്രത്യക്ഷ നിലപാട് തന്നെ അവർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KC പക്ഷത്തെ എല്ലാ നേതാക്കളും അതേ അഭിപ്രായത്തിലേക്ക് എത്തുന്നു. നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമായിരുന്നു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലയെ പാർലമെന്ററി പാർട്ടി നേതാവാക്കണമെന്ന നിലപാടായിരുന്നു വിഭാഗത്തിനുണ്ടായിരുന്നത്. പക്ഷേ ഈ തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ വലിയ ആത്മവിശ്വാസമുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് ആദ്യഘട്ടം മുതൽ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും KC വന്നാൽ അത് ഗുണകരമെന്ന വിലയിരുത്തലിലേക്ക് ഗ്രൂപ്പ് എത്തുന്നു. അതേസമയം മറുവിഭാഗങ്ങൾ അവരുടെ ചരടുവലികൾ സജീവമാക്കുകയാണ്. കോൺഗ്രസിനകത്ത് ഏതായാലും ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി മറയുന്ന കാഴ്ചയാണ്. ഗ്രൂപ്പ് ഒരു ഭാഗത്ത് ശിഥിലമായി നേരെ അത് KC പക്ഷത്തേക്ക് മർജ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം രമേശ് ചെന്നിത്തല തനിച്ച് ഒരു ഗ്രൂപ്പായി മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം നിൽക്കുന്നത് K സുധാകരൻ അടക്കമുള്ള നേതാക്കളാണ്. ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചില വസ്തുതകളൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കമൻറ്റിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം പറയുമ്പോൾ നമ്മൾ വേദനിച്ചിട്ട് കാര്യമില്ലല്ലോ. പല നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്കുകളും അതാണ്. ആ ഫീഡ്ബാക്കുകളാണല്ലോ റോഷി പാൽ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുക. അതെന്താണെങ്കിലും KC വേണുഗോപാലിന് കേരളത്തിലെ മുഖ്യമന്ത്രി ആയാൽ കൊള്ളാമെന്നുണ്ട്. അത് രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ട്, അത് VD സതീശനുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു നേതാവിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയാവുക എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. അവിടേക്ക് വരുന്നതിനൊരു പാർലമെൻ്ററി കക്ഷിയിൽപ്പെട്ട ഒരു പാർട്ടിയിലെ നേതാവിന് അങ്ങനെ വിചാരിച്ചൂടെ? അങ്ങനെ വിചാരിക്കാം. അതിനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, MLA അല്ലാത്ത ഒരാൾ വരുമോ എന്നുള്ളതാണ്. MLA അല്ലാത്ത ഒരാൾ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. 6 മാസത്തിനുള്ളിൽ MLA ആയാൽ മതി. ഇരിക്കൂർ പോലെ ഒരു സേഫായിട്ടുള്ള മണ്ഡലം അവിടെ കിടപ്പുണ്ട് താൻ. അപ്പോൾ സാധ്യതകൾ ഒരുപാടുണ്ട്. കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ചർച്ചകൾ ചൂടുപിടിക്കുന്ന ഒരു ഭാഗത്ത്.